അവക്കാഡോ വളരുന്നുണ്ട്, പക്ഷെ ഒരിക്കലും പൂക്കുന്നില്ല, കായ പിടിക്കുന്നില്ല. അവക്കാഡോ 3 തരമുണ്ട്. ഇതിൽ മൂന്നാമത്തെ തരം നട്ടാൽ മാത്രമേ നമുക്ക് കേരളത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ കായ്ക്കുള്ളൂ. ഒന്നാമത്തെയാണ് ഗ്വാട്ടിമാലൻ ടൈപ്പ്. ഗ്വാട്ടിമാലൻ ടൈപ്പിൽ നമുക്ക് റീഡ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റീസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ റീഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ്. 250 to 600 ഗ്രാമോളം തൂക്കം വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഈ പറയുന്ന ഗ്വാട്ടിമാലൻ റേസിലുണ്ട്. ഇത് പൊതുവെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കായ്ക്കുക. ഇതിന് അത്യാവശ്യം ഒരു 20 to 30% അടുത്ത് ഓയിൽ കണ്ടന്റ് ഉള്ള വെറൈറ്റീസ് ആണ്. രണ്ടാമത്തെ ടൈപ്പാണ് മെക്സിക്കൻ. മെക്സിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടുകൾ ഭയങ്കര തരിതര സ്കിന്നായിരിക്കും. പൊതുവേ നമുക്ക് ഡ്യൂക്ക് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി മെക്സിക്കനാണ്. ഡ്യൂക്ക്, അതുപോലെ മെക്സിക്കോള എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി മെക്സിക്കൻ ആയിട്ടുള്ള വെറൈറ്റി അവക്കാഡോ ആണ്. ഇത് നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ കായ്ക്കൂ. ഇതിന് നമുക്ക് ഏകദേശം ഒരു 20 to 30% ആണ് ഓയിൽ കണ്ടന്റ് വരിക. അടുത്തതായിട്ട് വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന അവക്കാഡോ ആണ് നമ്മൾ പൊതുവെ നമ്മളെ ജ്യൂസ് അടിക്കാനും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന വലിയ അവക്കാഡോസ്. ഇത് പൊതുവെ ട്രോപ്പിക്കൽ കാലാവസ്ഥകളിൽ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ നമുക്ക് പുള്ളോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റീസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് മിക്കവാറും പുള്ളോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ജ്യൂസ് കടയിൽ വരുന്ന മിക്കവാറും ഉള്ള അവക്കാഡോസ് ഒക്കെ ഈ ടൈപ്പാണ്. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഓയിൽ കണ്ടന്റ് എന്ന് പറയുന്നത് 2 to 10% വരെയാണ് മാക്സിമം ഉണ്ടാവുക. പിന്നെ അതുപോലെ പ്രോപ്പർ ആയിട്ട് ഒരു വെള്ളച്ചവി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ പ്രോപ്പർ ആയിട്ട് മെച്ചുവർ ആയിട്ടില്ലെങ്കിൽ ഒരു കയ്പ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വെറൈറ്റീസ് ആണ് നമുക്ക് കേരളത്തിലെ പ്ലെയിൻ സ്ഥലങ്ങളിൽ പൊതുവെ കായ്ക്കുക. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് എവിടെ ഇതിൻ്റെ തൈ കിട്ടുമെന്ന് ചോദിക്കുന്നതിന് പകരം അടുത്തെവിടെയെങ്കിലും കായ്ച്ച അവക്കാഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ കായ്ച്ചതാണ് എന്നുള്ളത്. മറ്റേത് എവിടെ നിന്ന് കൊണ്ടുവരുന്ന തൈയാണ് നഴ്സറിയിൽ കൊടുക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഗ്രാഫ്റ്റിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്.